നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പിഴവുകൾ ഇങ്ങനെ പതിവായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഗർഭസ്ഥ ശിശുവാണ് ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചതെന്ന ആരോപണമാണ് പുറത്തു വരുന്നത്. അവിടെ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു യുവതിക്ക് ശസ്ത്രക്രിയ നടത്തുകയും, അതായത് പ്രസവാനന്തരമുള്ള ശസ്ത്രക്രിയ നടത്തുകയും അവരുടെ മലദ്വാരത്തിന്റെ ഭാഗത്ത് 2 ഇഞ്ചിലധികം വലിപ്പമുള്ള മുറിവ് ഉണ്ടാവുകയും അവരുടെ മലമൂത്ര വിസർജനമൊക്കെ യോനിയിലൂടെയാണ് നടത്തേണ്ടി വരുന്ന ദുർഗതി എന്ന് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ഏറെ വേദനാജനകമായ അനുഭവമാണ് ആ യുവതി അന്ന് പങ്കുവച്ചത്. തുടർന്ന് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ആ യുവതി പരാതി നൽകി. അതിനെ തുടർന്നുള്ള തെളിവെടുപ്പും അന്വേഷണവും ഒക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് അതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അതേ ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു വലിയ ദുരന്തമായി മാറിയ വലിയൊരു വാർത്ത പുറത്തു വരുന്നത്. ഗർഭസ്ഥ ശിശു മരിച്ചു. ഈ പിഴവ് വരുത്തിയ ഡോക്ടർ തന്നെയാണ്, ഒരേ ഡോക്ടർക്ക് തന്നെയാണ് ഈ പിഴവുകൾ ആവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ബിന്ദു സുന്ദർ എന്നാണ് ആ ഡോക്ടറുടെ പേര്. ഇത് ശരിക്കു പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ സാധാരണക്കാരായ കർഷകരും ആദിവാസികളും അതുപോലെ തന്നെ മധ്യവർത്തികളായ ജനങ്ങളും ഒക്കെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി. അവിടെ ചികിത്സാ പിഴവ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ സർക്കാർ ആശുപത്രിയിൽ നിഗ്ലക്ട് ചെയ്യപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അശരണരായ ആളുകളോട് മോശം ചികിത്സ നൽകി അവരെ തഴയുന്നു എന്ന വലിയ പ്രതീതി ഈ സംഭവങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് പരമാർത്ഥമാണ്. കഴിഞ്ഞ ദിവസം നടന്നത് കാണി സമുദായത്തിൽപ്പെട്ട രഞ്ജന എന്ന യുവതി, 36 വയസ്സുള്ള യുവതി, അവിടെ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 5 മാസമായി ഈ ബിന്ദു സുന്ദറാണ് അവരെ പരിശോധിക്കുന്നത്. അവരുടെ സ്കാൻ റിപ്പോർട്ടുകളൊക്കെ ഈ ഡോക്ടർ കാണുന്നുണ്ട്. അവരുടെ എല്ലാ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഈ രഞ്ജനയും ഭർത്താവും വിനിൽ മനോഹറും കൂടി കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ആ ആശുപത്രിയിൽ എത്തുന്നത് സ്കാൻ റിപ്പോർട്ട് കാണിക്കാനാണ്. സ്കാൻ റിപ്പോർട്ട് കാണിച്ച ഉടനെ ഡോക്ടർ പറയുന്നു അഡ്മിറ്റ് ആകണം. അങ്ങനെ യുവതിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പുലർച്ചെ 4 മണിയോടുകൂടി അവരെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. 2 മണിക്ക് ഡോക്ടർ പറയുന്നു സിസേറിയൻ വേണമെന്ന് പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നു പിറ്റേ ദിവസം. അങ്ങനെ സിസേറിയൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി മരിച്ചു എന്ന ബന്ധുക്കൾക്ക് അറിവ് ലഭിക്കുന്നു. ഡോക്ടർ മുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഡോക്ടറെ നാട്ടുകാരും അവിടെ കൂടിയ ജനങ്ങളും തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത്. ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ തല ഒരുപാട് വലുതായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതെന്നാണ് ഡോക്ടറുടെ മൊഴി. അപ്പോൾ ബന്ധുക്കൾ ചോദിക്കുന്നത്, നമ്മളൊക്കെയും ചോദിക്കുന്ന ന്യായമായ ഒരു ചോദ്യം ഉണ്ടാകും. ഇത്രയും നാൾ 5 മാസത്തോളം ഈ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച അങ്ങനെയൊക്കെയുള്ള സ്കാൻ റിപ്പോർട്ടുകൾ അവർ പരിശോധിക്കുന്നുണ്ടാകുമല്ലോ. ആ പരിശോധിക്കുമ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇത്രയും നാള് ഇവർ സ്കാൻ റിപ്പോർട്ട് പഠിച്ചിട്ട് ഇതൊന്നും മനസ്സിലാക്കിയില്ലേ എന്ന സ്വാഭാവികമായ ചോദ്യം നമ്മളിൽ നിന്ന് തന്നെ ഉയർന്നു വരും. അപ്പോൾ ബന്ധുക്കൾക്ക് എത്രമാത്രമാണ്, പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടി കൂടിയാകുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ, ബന്ധുക്കളുടെ പ്രതീക്ഷകൾ, ഇതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. അവരുടെ സങ്കടത്തിന് മറുപടി പറയാൻ ആർക്കും കഴിയുകയുമില്ല. ഇത് DHS ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയ ശേഷം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ആ ഡോക്ടറോട് പറഞ്ഞു നിങ്ങൾ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കണം. അങ്ങനെ അവർക്ക് നിർബന്ധിത അവധി നിർദ്ദേശിച്ചിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഇനി കുട്ടിയുടെ മൃതദേഹം, അതായത് ഗർഭസ്ഥ ശിശുവിന്റെ ആ ഭ്രൂണം പൂർണ്ണ വളർച്ചയെത്തിയ ആ ഭ്രൂണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. അത് തിരുവനന്തപുരം SIT ആശുപത്രി, ഔട്ടം തിരുനാൾ ആശുപത്രി, മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള ഔട്ടം തിരുനാൾ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് അതിന് മരണകാരണം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒന്ന്, ആ സ്കാൻ റിപ്പോർട്ടുകളുടെ പരിശോധന കൃത്യമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു അത്യാഹിത സാഹചര്യത്തിൽ അവരെ വേണമെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് അല്ലെങ്കിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളുള്ള മറ്റേതെങ്കിലും സർക്കാർ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന ഒരു വാസ്തവം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ആളുകളും, സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിൽ നിന്ന് നിരന്തരം ഒരേ ഡോക്ടറിൽ നിന്ന് ഇങ്ങനെ കെടുകാര്യസ്ഥതയും വീഴ്ചയും സംഭവിച്ചിട്ടും ആ ഡോക്ടർക്കെതിരെ കൃത്യമായ ഒരു അച്ചടക്ക നടപടി എടുക്കുന്നതിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പരാജയപ്പെട്ടു എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന പ്രതിഷേധക്കാരും ഉയർത്തിയത്.
അപ്പോൾ അവസാനം പ്രതിഷേധക്കാരെ ലാത്തിചാർജ് ചെയ്ത് ഓടിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോ അവർക്ക് നിർബന്ധിത അവധി കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവിൽ ഏറ്റവും അധികം റിപ്പോർട്ട് തേടിയ വകുപ്പ് ആരോഗ്യ വകുപ്പായിരിക്കും. പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി എടുത്തു എന്ന് ആരോഗ്യ വകുപ്പ് ഒരു ധവളപത്രം പുറപ്പെടുവിക്കുവാനുള്ള സമയമായി. കാരണം ഇലക്ഷൻ കാലമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന് വീണ് കിട്ടുന്ന ആയുധങ്ങളാണ് ഇമാതിരിയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഒരു ധവളപത്രം ഇറക്കി ഈ റിപ്പോർട്ടുകളിന്മേൽ ഇങ്ങനെ ഇന്ന നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കാനും അത് പൊതുജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിനുണ്ട് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഏതായാലും ബിന്ദു സുന്ദറിനെയൊക്കെ ചികിത്സയിൽ നിന്ന് മാറ്റി നിർത്തുക, അവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ, അവർ നിരന്തരം വീഴ്ചകൾ വരുത്തുകയാണെങ്കിൽ, ഒരു മെഡിക്കൽ എററൊക്കെ പലപ്പോഴും ഡോക്ടർമാർക്ക് സംഭവിച്ചു പോകാം. മെഡിക്കൽ എററൊക്കെ വരാവുന്ന സംഭവങ്ങളൊക്കെ ധാരാളം സാഹചര്യങ്ങൾ അങ്ങനെയുണ്ട്. ജീവൻ വെച്ചിട്ടുള്ള കളിയാണിത്, ജീവൻ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എററുകളൊക്കെ സംഭവിച്ച് മരണം സംഭവിച്ചു പോകാം. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു കൂടായികയില്ല. പക്ഷേ ഒരാൾക്ക് നിരന്തരം ഇങ്ങനെ വീഴ്ചകൾ സംഭവിച്ചാൽ അവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി തന്നെ വേണ്ടിവരും. അതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചെയ്യേണ്ടതെന്നാണ് നെടുമങ്ങാട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ തിരക്കിയ ആളുകൾ, ഞാൻ അന്വേഷിച്ച, ഞാൻ സംസാരിച്ച ആളുകളൊക്കെ ആവശ്യപ്പെടുന്നതും പറയുന്നത്.